നമസ്കാരം. വിശുദ്ധ റംസാനിലെ 27-ാം രാവിന്റെ അനുഗ്രഹങ്ങളിലൊന്നായി പ്രതീക്ഷിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. സദഖല്ലാഹുൽ അലീം വസ്തഗ്ഫിറുല്ലാഹ്. മനസ്സും ശരീരവും ഭൗതികമായ എല്ലാ പരിസരങ്ങളെയും നിരാകരിച്ച് ആത്മവിശുദ്ധിക്കായി സമർപ്പിച്ച വ്രതമാസത്തിന്റെ അവസാന ദിനങ്ങളിൽ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിക്കായി ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ നിദ്ര വെടിഞ്ഞ് കാത്തിരിക്കുന്ന രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ് 27-ാം രാവ്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങളെക്കുറിച്ച് കാസർഗോഡ് ഇസ്ലാമിക് സെന്റർ മസ്ജിദ് ഖത്തീബ് അബ്ദുറഹ്മാൻ വളാഞ്ചേരി വിശദീകരിക്കുന്നു. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂക്തം. ഈ സൂക്തത്തിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക്, പൊരുളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കാസർഗോഡ് ഇസ്ലാമിക് സെന്റർ മസ്ജിദ് ഖത്തീബ് അബ്ദുറഹ്മാൻ വളാഞ്ചേരി. വിശുദ്ധ ഖുർആൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ സൂക്തം ഇറങ്ങിയിട്ടുള്ളത്. മാനവരാശിയുടെ സന്മാർഗത്തിനു വേണ്ടി ദൈവം അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൻ്റെ അവതരണം നടന്ന രാത്രി ആയതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന നാമത്തിൽ ഈ ദിനം അറിയപ്പെടുന്നത്. മനുഷ്യരാശി അധർമ്മത്തിലും അന്ധകാരത്തിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ്റെ വശം കൊടുത്തയച്ച, അല്ലെങ്കിൽ ആ പ്രവാചകൻ എത്തിച്ചു കൊടുത്തിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ സന്മാർഗത്തിൻ്റെ, അന്ധകാരത്തിലകപ്പെട്ട സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള അടിസ്ഥാനമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ അവതരിച്ച രാത്രി എന്നതാണ് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം. അതിൻ്റെ അവതരണം തുടങ്ങിയ രാത്രി. ഖദർ, ലൈലത്തുൽ ഖദർ എന്നതിന് വിധി നിർണായക രാത്രി എന്നും മഹത്വമുള്ള രാത്രി എന്നും അർത്ഥമുണ്ട്. ഏറ്റവും ആദരിക്കപ്പെടുന്ന, ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു രാത്രിയായിട്ടാണ്, ഒരു രാവായിട്ടാണ് ദൈവം അതിനെ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായ മുസ്ലിങ്ങൾ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിക്കുമ്പോൾ ആ വ്രതത്തിൻ്റെ ഒരു ദിവസം, ഒരു രാത്രിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് 1000 മാസം നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളുടെ അത്രയും പുണ്യം വാഗ്ദാനം ചെയ്യപ്പെടുമാറ് ഈ ദിനത്തിന് പ്രാധാന്യം കൽപ്പിക്കാനുള്ള കാരണം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മഹത്വം തന്നെയാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവതരണത്തിൻ്റെ മഹത്വമായിട്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യർക്കാകമാനം ഈ സംഭവത്തിൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വലിയ സന്ദേശമാണ് ലഭിക്കുന്നത്. മനുഷ്യരുടെ ഐക്യം, മനുഷ്യരുടെ സാഹോദര്യ ബന്ധം, മനുഷ്യ സമൂഹം നന്മയിൽ ഒത്തുചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറെ ഉദ്ഘോഷിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് ഇത്
മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു വേദഗ്രന്ഥമല്ല, മാനവരാശിക്ക് ആകമാനം സന്മാർഗത്തിൻ്റെ വെളിച്ചം നൽകുന്ന ഗ്രന്ഥം എന്ന നിലയ്ക്ക് ഇതിനെ അങ്ങേയറ്റത്തെ ആദരവോടുകൂടിയാണ് ദൈവം നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ആ സന്തോഷകരമായ സംഗതിയെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. മാലാഖമാരുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗബ്രയേൽ, ജിബ്രീൽ എന്ന് അറബി ഭാഷയിൽ പറയുന്ന മലക്കാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ആ മാലാഖയുടെ നേതൃത്വത്തിൽ മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഈ ഭൂമിയിലേക്ക് മാലാഖമാർ ദൈവത്തിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖദറിന്റെ രാത്രിയിൽ മാലാഖമാരും ആത്മാക്കളും ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമായി എത്തുമെന്ന് ഉസ്താദ് ഇപ്പോൾ സൂചിപ്പിച്ചു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മാലാഖമാർ എന്ന് പറയുന്നത് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് മാലാഖമാർ. നമുക്ക് അവരെ കാണാൻ കഴിയുകയില്ലെങ്കിലും വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നിടത്ത് ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധരായിട്ടുള്ള അടിമകളാണ് മാലാഖമാർ എന്ന് പറയുന്നത്. ആ മാലാഖമാരുടെ എണ്ണമോ അവരുടെ സ്വഭാവമോ നമുക്ക് അറിയുകയില്ല. അത് ദൈവത്തിൻ്റെ മാത്രം അറിവിൽപ്പെട്ടതാണ്. പക്ഷേ ആ മാലാഖമാരുടെ കൂട്ടത്തിൽ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹ എന്ന് പറഞ്ഞത്. മാലാഖമാരും റൂഹും ഇറങ്ങും. റൂഹു എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ്. പരിശുദ്ധമായിട്ടുള്ള ആത്മാവ് എന്ന, വിശ്വസ്തനായിട്ടുള്ള ആത്മാവ് റൂഹുൽ അമീൻ എന്ന് ഈ ജിബ്രീൽ എന്ന മലക്കിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ മലക്കിന് ആ സ്ഥാനം ലഭിക്കാനുള്ള കാരണം കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും ദൈവിക സന്ദേശം എത്തിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട മാലാഖ എന്ന നിലയ്ക്ക് മറ്റ് മലക്കുകളിൽ നിന്ന് ഉന്നത സ്ഥാനീയനായിട്ടുള്ള മലക്കായിട്ടാണ് ഖുർആൻ ഈ മലക്കിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട രാത്രിയിൽ ഈ മാലാഖമാർ ഒന്നടങ്കം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് യഥാർത്ഥത്തിൽ ഖുർആനിനോടുള്ള ആദരവാണ്. നമുക്കറിയാം, ഒരു ചെറിയ സംഗതി നടപ്പാക്കാൻ ചെറിയ ആളുകൾ പോയാൽ മതി. ഒരു ചെറിയൊരു സംഖ്യ ഒരാൾ കടം വാങ്ങിയാൽ നമുക്ക് വീട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയച്ചാൽ ആ കടം വീട്ടാൻ കഴിയും. പക്ഷെ ഒരു വലിയ സംഖ്യയാണ് നമ്മൾ അയൽവാസിക്ക് തിരിച്ചു കൊടുക്കാനുള്ളതെങ്കിൽ അതിന് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുകയില്ല. അത് വലിയ ആളുകൾ തന്നെ പോകണം. അതിൻ്റെ പ്രാധാന്യമാണ്. ഒരു രാജാവ് മറ്റൊരു രാജാവിൻ്റെ അടുത്തേക്ക് സന്ദേശം കൊടുത്തയക്കുമ്പോൾ അതിന് പറ്റിയ പ്രമുഖരായ ആളുകളെയാണ് പറഞ്ഞയക്കുക. ലോകരക്ഷിതാവായ നാഥൻ അവൻ്റെ അടിമകൾക്ക് സന്മാർഗത്തിന് വേണ്ടി അയക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം അത് ഭൂമിയിലേക്ക് പ്രവാചകന് എത്തിച്ചു കൊടുത്ത മലക്ക്, ആ മലക്കിൻ്റെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലുമാണ് ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നത്. അവരെന്തിനാണ് ഇറങ്ങി വരുന്നത്? സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് ആശംസകൾ നേരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ കൃത്യമായിക്കൊണ്ട് അവരുടെ ആരാധനയുടെയും സൽക്കർമ്മങ്ങളുടെയും റിപ്പോർട്ടുകൾ ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ദൈവത്തിൻ്റേതാണ്. ഇവിടെയുള്ള സകല ചരാചരങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. ആ ചരാചരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവായിട്ടുള്ള ദൈവം, സൃഷ്ടികർത്താവായിട്ടുള്ള ദൈവം മനുഷ്യരോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. ജീവജാലങ്ങളോടും കാരുണ്യമുള്ളവനാണ്. ആ കാരുണ്യത്തിൽ ഏറ്റവും വലിയ കാരുണ്യം, അവൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ശരിയായ ജീവിത മാർഗം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹിദായത്ത് എന്നാണ്, സന്മാർഗത്തിൻ്റെ വഴി എന്നാണ്. ആ സന്മാർഗത്തിൻ്റെ വഴിയിൽ ഒരു മനുഷ്യനെ ഉറപ്പിച്ച് നിർത്താനുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു രേഖയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആനോടുള്ള ആദരവാണ്
ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വമാണ് ഈ ലൈലത്തുൽ ഖദറിൻ്റെയും പരിശുദ്ധ റമദാനിൻ്റെയും ആ റമദാനിൽ മാലാഖമാർ ഇറങ്ങി വന്നുകൊണ്ട് സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെയും പൊരുളായിക്കൊണ്ട് ദൈവം വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡിന്റെ കുടിയിരിപ്പുകളിൽ സൗഹാർദ്ദത്തിന്റെ പൂക്കാലമായിരുന്ന ബാല്യനാളുകളിലെ നോമ്പോർമ്മകൾ പങ്കുവെക്കുകയാണ് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്. ഇന്നത്തെ രാത്രിയാണ് റംസാനിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ രാത്രി, 27 രാവ്. ഇന്ന് നോമ്പ് 26, നാളെ നോമ്പ് 27. അപ്പോൾ ഈ 27 രാവാണ് ഈ റംസാൻ മാസത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ രാവ്, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നു. അപ്പോൾ ആ രാത്രിയിൽ ഇപ്പോൾ ഇന്ന് വിശ്വാസികൾ ഉറങ്ങാതെ രാത്രിയെ അയാത്താക്കുന്ന ദിവസമാണ് ഇന്ന്. ആരും ഉറങ്ങുകയില്ല, പ്രാർത്ഥനയിൽ മുഴുകും. രാവിലെ വരെ പ്രാർത്ഥനയിൽ മുഴുകും. എല്ലാ പള്ളികളിലും ഒക്കെ പോയി സിയാറത്തൊക്കെ നടത്തും. അപ്പോൾ അതാണ് ഈ രാത്രിയുടെ പ്രയോഗം. അപ്പോൾ ഞങ്ങളും കുട്ടിക്കാലത്ത്, അത് ഇന്നിപ്പോൾ പലയിടങ്ങളിലും അത് കാണുന്നില്ല, പഴയ കാലത്ത് കുട്ടിക്കാലത്ത് ഈ രാത്രിയിൽ, ഈ 27-ാം രാത്രി തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇങ്ങനെ ഹസ്ബി റബ്ബി ജല്ലല്ലാ ഒക്കെ പറഞ്ഞ്, ഇങ്ങനെ ഒരു പ്രത്യേക ഗാനമുണ്ട്, ഹസ്ബി റബ്ബി ഒക്കെ പറഞ്ഞ് എല്ലാ വീടുകളിലും പോയി ലൈലത്തുൽ ഖദർ രാത്രി 27-ന് ഇന്ന് അപ്പമുണ്ടാക്കും. ആ അപ്പം ഉണ്ടാക്കി ഇന്നും നാളെയും പള്ളികളിലൊക്കെ കൊടുക്കും. നാളെ 27-ാം നോമ്പ് തുറക്കുന്ന ദിവസം പള്ളിയിൽ കുറേ വിവിധ തരങ്ങളായ അപ്പങ്ങളുണ്ടാകും. വീട്ടിൽ എല്ലാ വീടുകളിലും സന്ദർശിക്കും. വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് കുറേ ഇങ്ങനെ ഈ അപ്പം കിട്ടും, പലതരത്തിലുള്ള അപ്പങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ സന്തോഷകരമായി ഇന്നിപ്പോൾ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന അനുഭൂതിയാണ് അത് തിരിഞ്ഞു നോക്കുമ്പോൾ. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. മല്ലികാർജുന അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ എപ്പോഴാണ് ഉത്സവം എന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അതിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അമ്പലത്തിൻ്റെ അകത്ത് ചെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു പ്രത്യേകതര ഐസ് ഇങ്ങനെ ഇതാക്കി അതിൽ ചുവന്ന ഒരു സർബത്തൊക്കെ ഉണ്ടാക്കി തന്ന് അത് കുടിക്കുക എന്നത് ഞങ്ങൾക്കൊക്കെ ഒരു നല്ല സന്തോഷം ഉള്ള കാര്യമായിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, കുറേ ഇപ്പോഴും ഉണ്ട് ചില വീടുകളിൽ ആ സമ്പ്രദായം. അതായത് ഏതെങ്കിലും പെൺകുട്ടി ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോയാൽ ആ വീട്ടിലേക്ക് ഈ മല്ലികാർജുന അമ്പലത്തിൽ ഉത്സവം വന്നാൽ ഇങ്ങനെ നമ്മളെ ആ പ്രത്യേക മുല്ലപ്പൂവും പിന്നെ ഒരു മിഠായിയൊക്കെ ആ വീട്ടിലേക്ക്, മുസ്ലിം വീടുകളിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോയ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. സ്ഥിരമായി കാസർഗോഡ് ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട് ആ പതിവ് ചില വീടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഐക്യവും യോജിപ്പും ഉണ്ടായിരുന്നു കാസർഗോഡ്. അപ്പോൾ ആ കാസർഗോഡിനെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണം. ഈ റംസാൻ, അതുപോലെ തന്നെ വരാനിരിക്കുന്ന പെരുന്നാൾ നമുക്കതിന് പ്രചോദനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സഹോദരന്മാർക്കും വളരെ സന്തോഷം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങൾ ആവാഹിച്ച് VK ഖൗരത്ത് രചനയും കോഴിക്കോട് അബൂബക്കർ സംഗീതവും കണ്ണൂർ ഷെരീഫ് ആലാപനവും നിർവഹിച്ച മനോഹരമായ ഒരു ഗാനത്തോടെ ഏവർക്കും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകും. ആയിരം മാസങ്ങളേക്കാൾ പോരീശയേറിയ രാവ് ലൈലത്തുൽ ഖദർ എന്ന മഹനീയ രാവ് റമദാൻ മാസത്തിലെത്തും. ആയിരം മാസങ്ങളേക്കാൾ പോരീശയേറിയ രാവ് ലൈലത്തുൽ ഖദർ എന്ന മഹനീയ രാവ് റമദാൻ മാസത്തിലെത്തും. ആയിരം
മാസങ്ങളേക്കാൾ. മക്കത്തെ നൂർമലയിൽ ധ്യാന നിമഗ്നനായ മുത്ത് മുഹമ്മദിന് തൗഹീദിൻ സന്ദേശവും ലൗഹിൽ മഹ്ഫൂദിലെ ദിവ്യവചനങ്ങളും മാനവരാശിയിലേക്കേകിയ ദിവ്യരാവ് റമളാൻ മാസത്തില് പതിവായി വന്നിടുന്നു. 1000 മാസങ്ങളേക്കാൾ പോരീശയേറിയ രാവ് ലൈലത്തുൽ ഖദർ എന്ന മഹനീയ രാവ് റമളാൻ മാസത്തിലെത്തും. 1000 മാസങ്ങളേക്കാൾ. റൂഹും മാലാഖമാരും അണിയണിയായി ഭൂമിയിൽ അഹദോന്റാജ്ഞയുമായി ഇറങ്ങണ ധന്യരാവ് സൽക്കർമ്മത്തിന് ഫലം അളവില്ലാതേകും രാവ് റമളാൻ മാസത്തില് പതിവായി വന്നിടുന്നു. സ്വർഗ കവാടങ്ങളും അന്ന് തുറന്നിടുന്നു. 1000 മാസങ്ങളേക്കാൾ പോരീശയേറിയ രാവ് ലൈലത്തുൽ ഖദർ എന്ന മഹനീയ രാവ് റമളാൻ മാസത്തിലെത്തും. 1000 മാസങ്ങളേക്കാൾ പോരീശയേറിയ രാവ് ലൈലത്തുൽ ഖദർ എന്ന മഹനീയ രാവ് റമളാൻ മാസത്തിലെത്തും. 1000 മാസങ്ങളേക്കാൾ.